ഹലോ മൈ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പാർക്കിൽ കൊണ്ട് പാർക്ക് നമ്മുടെ മലപ്പുറത്ത് വേണം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇനി അവിടുത്തെ വീഡിയോസ് എല്ലാതും ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ മുഴുവൻ കസിൻസ് എല്ലാവരും ഉണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ഗൈസ് ഞങ്ങൾ പോണപ്പം മലപ്പുറത്ത് ഒരു പാർക്കൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണമെന്ന് ഇതുണ്ട്. അപ്പം ഞങ്ങളെ ഫാമിലിയുടെ കൂടെ പോയി വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. ഇവരെ ഒരു പേരെന്തേന്ന് കൊമ്പങ്കാട് കോയൻ്റെ കൊമ്പങ്കാട് കോയൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഇതെല്ലാം റെഡി ആക്കിയിട്ട് എല്ലാവരും പോയി. ഉമ്മാൻ്റെ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മാൻ്റെ ഫാമിലീസ് എല്ലാവരും ഒരു ചെറിയൊരു ട്രിപ്പായിട്ട് ഞങ്ങൾ കണ്ടു പോയതാണ്. ട്രിപ്പല്ല, ഒരു വെറുതെ ഒന്നും പോണ് ടൈം പാസിന്. പോണ ഭാഗത്ത് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ദൂരെയായിരുന്നു അവിടെ ആ പാർക്കൊക്കെ. നല്ല ദൂരം വെച്ചാൽ നല്ല ദൂരം. പിന്നെ ഇവര് വീഡിയോയിലെ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവും. ഇതാ കോട്ടക്കല് ഭാഗത്താണ്. നല്ല കാണാൻ നല്ല രസല്ലേ? പാല് പുതിയതായിട്ട് വന്നതാണ്. അപ്പൊ അടുത്തൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. പോണ വഴിയൊക്കെ രസമുണ്ട്, അടിപൊളിയാണ്. പക്ഷെ ആ കോട്ടക്കല് അവിടെ അല്ലേ നല്ല ബ്ലോക്കുള്ളത്? കോട്ടക്കൽ അവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ളത്. തോനെ വണ്ടിയും ഇതൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഗായ്സാണ് മലപ്പുറത്ത് പാർക്കിലെത്തി. അപ്പൊ ഞങ്ങൾ കാർ പാർക്കിന്റെ അവിടെ ഒക്കെ എത്തി. ഞങ്ങള് പോയത് മലപ്പുറത്ത് പാർക്കിങ്ങിന്റെ അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ ആദ്യത്തെ നമ്മൾ പോയത് പാർക്കിലേക്കാണ്. പക്ഷെ അവിടെ പാർക്കിൽ അവിടെ ആ ഫ്രണ്ടിൽ നിൽക്കണ അവിടെ ചോദിച്ച് ഇവിടെ എന്തൊക്കെയാ റൈഡ്സ് ഉണ്ടെന്ന്. റൈഡ്സ് കുഴപ്പമില്ല, അവിടെ റൈഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മേലെ കയറി. മേലെ സ്റ്റെപ്പാണ്. തോനെ അങ്ങോട്ട് പോകണ്ട്. തോനല്ല, ഒരു കുഴപ്പമില്ല, ഒരു കുറച്ച് ദൂരം മുകൾക്ക് നടക്കണം. കുഴപ്പമില്ല, കുറച്ച് ടയർഡൊക്കെ ആവും. അപ്പൊ മുകളിൽ അവിടെ എത്തിയപ്പോ മുഴുവൻ ടയർഡായിക്കണ്. എല്ലാരും ടയർഡായിക്കണ്. ഒരു സ്റ്റെപ്പായിട്ടാണ് അവിടെ ഉള്ളത്. മുകളിലിങ്ങനെ കേറ, മലമേരി ഇങ്ങനെ കേറും. അതന്നെ, ഇതിനെന്തോ പേരുണ്ട്. എന്തോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോയത് കുറച്ച് മീന്താനും ഇതൊക്കെയാണ്. ബട്ട് ഇവിടെ വെള്ളത്തിന് ഇതൊക്കെ ക്ലോസ് ആയി. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തോ വെള്ളത്തിന് എന്തോ പ്രശ്നം. ഇവിടെ പാടാണ് വെള്ളം കിട്ടാൻ, അങ്ങനെയൊക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു.
പ്രശ്നമായിന്ന്. ഇപ്പൊ വെള്ളം അതാണ് ആ വള്ളത്തിന്റെ പാർക്ക്. യെസ്. പിന്നെ ഞങ്ങൾ മേലെ കയറിയപ്പോൾ അവിടെ ഈ ചെറിയ കുട്ടികൾക്കുള്ള പാർക്കാണ് ഉള്ളത്. ഒന്നുമില്ല അവിടെ, ഒരു ഇതുമില്ല. അപ്പൊ ഞങ്ങളത് വെച്ചാല് അങ്ങോട്ട് പോണ ജസ്റ്റ് ടൈം ഓഫ് വേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങള് ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങള് എല്ലാം ഉണ്ട് എന്നാ പറഞ്ഞ ആ വീഡിയോയില്. അവിടെ ഗവൺമെന്റിന്റെ എന്തോ ഒരു പരിപാടി നടത്തുന്നുണ്ട്, എന്തൊരു എക്സ്പോ. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഞങ്ങള് അവിടുന്ന് സ്റ്റെപ്പ് കയറുമ്പോ പിന്നെയും നല്ല ടയർഡായി. പിന്നെ താഴത്തേക്ക് പോയി ഞങ്ങൾക്ക് വേണ്ട ഇങ്ങോട്ട് പോണ. പിന്നെ ഞങ്ങള് പ്ലാൻ ഇട്ട് മിനിയൂട്ടിക്ക് പോയി. മിനിയൂട്ടിക്ക് പോവാൻ പ്ലാൻ ഇട്ട് അങ്ങനെ ഗായ്സ് നമ്മളെ കൊമ്പങ്ങാട് ഗോയിന്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നു. മിനിയൂട്ടി എത്തൊന്നും വേണ്ട, അതിന് പോണവേ കുറച്ച് മുമ്പ് ഒരു പാർക്ക് ഉണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളും കുറച്ച് ഫാമിലി പൂളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയ അടിപൊളി പാർക്ക്. അത്ര അടിപൊളിയല്ല, എന്നാലും കുഴപ്പമില്ല. നീന്താനാ ഞങ്ങൾ പോയത്, കുറച്ച് വെറുതെ നീന്താന്. പിന്നെ ആ പാർക്കിന്റെ പേര് വൈബ് ലാൻഡ് എന്നാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ മിനിയൂട്ടിക്ക് പോണ ആ ഭാഗത്താണ്. എൻട്രി ഫീസ് 30. പിന്നെ അവിടെ ഒരാൾക്ക് 30 ഉറുപ്പ്യൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഫാമിലി പോലും ഉണ്ടായിരുന്നു. കുട്ടികളെ കളിക്കുന്ന സാധനമൊക്കെ ഫ്രീ ആണ്. പിന്നെ അവിടെ ഒരു കുമ്പങ്ങാട് കോയന്റെ ഈ ഫുട്ബോളിന്റെ ഈ ഒരു സ്ലിപ്പി അതിലെന്തോ ക്ലോസ് ചെയ്യുന്നോ ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിൽ കയറാന് ഞങ്ങൾ ഡ്രസ്സ് കൊടുത്തിരുന്നു ഓൾറെഡി. ആ മലപ്പുറത്ത് ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ വള്ളത്തിനാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഡ്രസ്സ് കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തില്ല. സ്പെൻഡ് ചെയ്ത് അവിടെ 2 മണിക്കൂറൊക്കെ കുഴപ്പമില്ല. ഞങ്ങള് വെറുതെ മീനിനാണ് പോയത്, അത്ര ഒന്നുമില്ല, വെറുതെ മീനെ. പിന്നെ ഞാൻ അവിടുന്ന് ഫ്രഷ് ചെയ്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ചെറിയ കുട്ടികൾ കളിക്കണ്ടായിരുന്നു. പിന്നെ വിളിച്ച് വാ ഞാൻ റൈഡിലൊക്കെ കളിക്കാന്ന് പറഞ്ഞു. നമ്മളാണ്ട് കയറി കൊടുത്ത് കളിക്കാനേ. കുട്ടികളെല്ലാവരും പോയി. അല്ലാണ്ട് പേരുണ്ടോ? ഗൈസ് ഇതിൽ കൂടെ പോയപ്പോൾ കുട്ടികളെ വിളിച്ചതാണ്, എന്താ ചെയ്യാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് മിനിയൂട്ടിക്കാണ്. ഇത് മിനിയൂട്ടി എത്തണ മുമ്പായിട്ടുള്ള പാർക്കല്ല. അപ്പോൾ ഞങ്ങൾ മിനിയൂട്ടിക്ക് പോയി. രാത്രിത്തേക്കുള്ള ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടെയാണ് മറ്റേ കുഞ്ഞാപ്പു അഭിനയിച്ചൊരു സ്ഥലം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മിനിയൂട്ടിക്ക് പോയി. ഇനി നിങ്ങൾ വീഡിയോസ് കാണി. മിനിയൂട്ടി ഒരു പാർക്കിൽ കയറി. അവിടുത്തെ എൻട്രി ഫീസ് 30 ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ്ട് കയറി. പിന്നെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ ആ കറങ്ങണ സാധനമില്ലേ അത് കേടാണ്. പിന്നെ അവിടെ ഊഞ്ഞാലും ഉണ്ട്, പിന്നെ സിപ്പ് ലൈനും ഉണ്ട്. അപ്പോൾ അതിൽ കയറാനൊരു ചെറിയൊരു ചടപ്പ്. പിന്നെ അവിടെ അടുത്തൊരു കപ്പിൻ്റെ എന്തോ ഒരു ഗെയിം ഉണ്ടായിരുന്നു, അതിൽ കയറി. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിലും കയറി. ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു.
രാത്രി ആയതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ ഊഞ്ഞാലിൻ്റെ സൈഡ് അതാ അവിടെ. ഗ്ലാസ് ബ്രിഡ്ജുമ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരുന്നു. ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. ഇതാണ് ആ ഊഞ്ഞാല്. പിന്നെ ആ കറങ്ങണ സാധനത്തുമുള്ള ലൈറ്റ് മാത്രമല്ലോ ആ കംപ്ലൈൻ്റ് ആണ്. പിന്നെ അവിടെ ഒരു കപ്പിൻ്റെ റൈഡ് ഉണ്ടായിരുന്നു. ആ കപ്പിൻ്റെ റൈഡിലാണ് കയറിയത്. ഞങ്ങൾ ഫാമിലീസ് എല്ലാവരും കയറി. അതെന്ത് സ്പീഡൊന്നുമില്ല, ഒരു ചെറിയ റൈഡ്, അത്ര സ്പീഡൊന്നുമില്ല. അത് തീരെ പോരാ, അങ്ങനെ പറയാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പോൾ ഗൈസ് അങ്ങനെ ആ റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് താത്ത പറഞ്ഞ് ആ ഊഞ്ഞാലിൻ്റെ സാധനത്തിൽ കയറാൻ. പക്ഷെ അതിൽ കയറാനുള്ള ധൈര്യം ഇല്ലേന്ന്. അപ്പോൾ താത്തയും എൻ്റെ കസിനും കയറി. ആ സംഭവം ആ കൊളുത്ത് ടൈറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിച്ച്. പിന്നെ ആ കയറ് മെഷീന് വലിച്ച് മേലെ കൊണ്ടുപോയിട്ട് പിന്നാണ്ട് വിടലാണ്. അടിപൊളിയാണ്, നിങ്ങൾ കണ്ടു നോക്കി. അതാണ്ട് വിടുമ്പോൾ ഭയങ്കര ഷോക്കായി. പിന്നെ ഇവരാണ് അതിലത്തെ മെയിൻ ആൾക്കാർ. പിന്നെ ഇതിൻ്റെ ബാക്കി വേറെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഹൊറർ ഹൗസ് കയറി. അള്ളാ പേടിച്ചിട്ട്, അള്ളാ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പേടിച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി സബ്കയിൽ. പിന്നെ അവിടെ വന്നപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. കസിൻ എന്താ ചെയ്തത്, ആ ബോളായിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ എറിയുന്നു. പിന്നെ എല്ലാതും ചെറിയ കുട്ടികൾ തന്നെ. പിന്നെ കൈ കഴുകി. അപ്പം തന്നെ ഫുഡ് എത്തി. ഫസ്റ്റ് തന്നെ സൂപ്പ് വന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രൈഡ് റൈസ് വന്ന്.
പിന്നെ പൊറാട്ടയും ഇതൊക്കെ വന്ന് അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി നാളെ. അസ്സലാമു അലൈക്കും.